അടുത്ത ക്വസ്റ്റ്യൻ ഇൻട്രൊഡക്ഷൻ ടു ഫിസിക്സ് HC വർമ്മ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് 4. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാം. ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ എത്രയാണ്? 19 into 10⁻10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതെന്തില് എക്സ്പ്രസ് ചെയ്യണം? ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയറിൽ എക്സ്പ്രസ് ചെയ്യണം കേട്ടോ. ഇത് ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയറിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ ഡൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ അകത്ത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഡൈൻ എന്ന് പറഞ്ഞാൽ CGS യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആണ് കേട്ടോ. ഡൈൻ എന്ന് പറഞ്ഞാല് CGS യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആണ്. SI യൂണിറ്റ് നമുക്കറിയാലോ, ന്യൂട്ടൺ ആണ്. അപ്പൊ നമ്മളിത് കണ്ടുപിടിക്കുന്നത് എന്താണ്? ന്യൂട്ടണും ഡൈനും തമ്മിലുള്ള റിലേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതണം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പൊ ഇതെന്താണ്? LM/LT⁻² ആണ് ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല. ഇനി SI യൂണിറ്റില് അതെന്താ? 1 ന്യൂട്ടൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? kg. ഇതെന്താണ്? മീറ്റർ (2). ഇത് ഡൈൻ. kgക്ക് പകരം ഗ്രാം, മീറ്ററിന് പകരം സെന്റിമീറ്റർ (2). ഇനി ഇതിന്റെ റേഷ്യോ എടുത്ത് നോക്കൂ. ന്യൂട്ടൺ പെർ ഡൈൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു kg by gram into meter by centimeter into (2) by (2). ഈ (2) by (2) ക്യാൻസൽ ചെയ്തു പോവുക. ഇനി എന്താണ്? kg എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 gram. 1000 gram എന്ന് പറഞ്ഞാൽ 1 gram ആണ്. അപ്പം 10⁻³ gram by 1 gram into 1 meter എന്ന് പറഞ്ഞാൽ എത്രയാ? 100 centimeter. അതിവിടെ എഴുതാം. ഇനി ഇത് ക്യാൻസൽ ചെയ്യാ. കണ്ടോ? ഇത് 10⁻³ ഇത് 10⁻². അപ്പൊ എത്രയാ? 10⁻5. ഇതാണ് 1 ന്യൂട്ടൺ ബൈ 1 ഡൈൻ. അപ്പൊ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻5 ഡൈൻ ആണ്. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ്? 19 into 10⁻10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. 19 by ഇതിന് വേണമെങ്കിൽ നമുക്ക് 1 ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ എത്രയാന്ന് കണ്ടുപിടിക്കാം. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻5 ഡൈൻ ആണ്. ബൈ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാ? 100 സെന്റിമീറ്റർ. 10⁻² സെന്റിമീറ്റർ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻5 ഡൈൻ by 10⁴ സെന്റിമീറ്റർ സ്ക്വയർ. കണ്ടോ? അപ്പൊ ഒരു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻5 by 10⁴ എന്ന് പറഞ്ഞാൽ 10⁻10 10 ഡൈൻ ബൈ സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി ക്വസ്റ്റ്യനിലേക്ക് വന്നോളൂ. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 19 into 10⁻10 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇത് എത്ര ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണെന്നാണ് ചോദ്യം. അതെങ്ങനെ കണ്ടുപിടിക്കുക? 19 into 10⁻10 into നമ്മളിപ്പോ കണ്ടുപിടിച്ചില്ലേ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് 10 ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? അപ്പൊ 10 ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ. That is equal to 19 into 10⁻11 dyne per centimeter square. Okay.